വർഷം 1995 സെപ്റ്റംബർ 7. ചെന്നൈ നഗരം അന്ന് വരെ കാണാത്ത വിധം വലിയൊരു ഉത്സവത്തിനായി ഒരുങ്ങി നിൽക്കുകയാണ്. വഴിയരികിലെങ്ങും ടൺ കണക്കിന് റോസാപ്പൂക്കളാണ് വിതറിയിരിക്കുന്നത്. സാധാരണ പന്തലുകളൊന്നുമല്ല, മറിച്ച് വിമാനത്താവളങ്ങളെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ കൂറ്റൻ കവാടങ്ങൾ. തമിഴ് സിനിമയിലെ ഒരു പ്രമുഖ ആർട്ട് ഡയറക്ടറും 10,000-കണക്കിന് തൊഴിലാളികളും ചേർന്ന് മാസങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഭീമാകാരമായ കൊട്ടാരങ്ങളും അതുപോലെ കൊട്ടാരങ്ങളുടെയെല്ലാം മാതൃകകൾ. ഒരു സാധാരണക്കാരന് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത അത്രയും വലിയ ആഡംബരം. തമിഴകത്തിൻ്റെ മുഖ്യമന്ത്രി അമ്മ എന്ന് ജനങ്ങൾ ആവേശത്തോടെ വിളിച്ച പുരക്ഷി തലവി ജയലളിത തൻ്റെ വളർത്തുപുത്രൻ VN സുധാകരന് വേണ്ടി നടത്തിയ ആ കല്യാണം ലോക ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത വിവാഹ സൽക്കാരം എന്ന പേരിൽ ഗിന്നസ് ബുക്കിലുടനീളം നേടിയ അല്ലെങ്കിൽ ആ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയൊരു മഹാവിവാഹമായിരുന്നു അത്. എന്നാൽ ഈ അത്ഭുത വിവാഹത്തിന് പിന്നിൽ തമിഴ്നാട്ടിലെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ കണ്ണീരും ചോരയുമായ നികുതി പണമായിരുന്നു എന്നുള്ള സത്യം പുറത്തു വന്നപ്പോൾ രാജ്യം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിവിറയ്ക്കുകയായിരുന്നു. അമ്മ എന്ന കരുത്തുറ്റ രാഷ്ട്രീയ നേതാവിൻ്റെ പതനത്തിന് തുടക്കം കുറിച്ച ആ കറുത്ത അദ്ദേഹത്തിൻ്റെ ആരും പറയാത്ത പൂർണ്ണരൂപം ഇന്ന് നമ്മൾ വിശദമായി പരിശോധിക്കുകയാണ്. ഈ വീഡിയോ പൂർണ്ണമായും കാണുക, കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തെ പറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിച്ച വലിയൊരു ട്വിസ്റ്റ് ഇതിൻ്റെ അവസാനത്തിലുണ്ട്. ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ജയലളിതയുടെ നിഴലായി തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ അണിയറയിലെ ചാണക്യായി കൂടെ ഉണ്ടായിരുന്ന VK ശശികലയാണ്. ജയലളിതയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയും ഉറ്റ തോഴിയുമായിരുന്ന ശശികലയുടെ സ്വന്തം സഹോദരി പുത്രനായിരുന്നു VN സുധാകരൻ. ജയലളിതയ്ക്ക് സ്വന്തമായി മക്കൾ ഉണ്ടായിരുന്നില്ല എന്നതിനാൽ തന്നെ 1990-കളുടെ തുടക്കത്തിൽ അവർ സുധാകരനെ തൻ്റെ വളർത്തുപുത്രനായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും പോയാസ് ഗാർഡനിലെ തൻ്റെ കൊട്ടാരത്തിലേക്ക് താമസിപ്പിക്കുകയും ചെയ്തു. ഇത് വെറുമൊരു സാധാരണ വിവാഹമായിരുന്നില്ല, മറിച്ച് തമിഴ്നാട്ടിലെ ഏറ്റവും പ്രശസ്തനും ജനപ്രിയനുമായ സിനിമാ താരം നടികർ തിലകം ശിവാജി ഗണേശൻ്റെ കൊച്ചുമകൾ സത്യലക്ഷ്മിയായിരുന്നു വധു. തമിഴ് സിനിമയിലെയും രാഷ്ട്രീയത്തിലെയും രണ്ട് വൻശക്തികൾ തമ്മിലുള്ള ഒരു മഹാസംഗമത്തിനാണ് അന്ന് ചെന്നൈ നഗരം വേദിയൊരുങ്ങിയത്. തൻ്റെ വളർത്തുപുത്രൻ്റെ വിവാഹം ലോകത്തിലെ ഏറ്റവും വലിയ ആഘോഷമാക്കണമെന്ന് മുഖ്യമന്ത്രിയായ ജയലളിത ഉറപ്പിക്കുകയും ചെയ്തു. അതിനായി അവർ തിരഞ്ഞെടുത്തത് ചെന്നൈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള 50 ഏക്കറോളം വരുന്ന കൂറ്റൻ ഗ്രൗണ്ടായിരുന്നു. അക്കാലത്ത് ഇത്രയും വലിയൊരു ഇവന്റ് മാനേജ്മെൻറ്റ് ഇന്ത്യയിൽ മറ്റെവിടെയും ആരും ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ആ വിവാഹ പന്തലിലെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളിലേക്കാണ് പോകേണ്ടത്. 50 ഏക്കറോളം വരുന്ന ആ വലിയ മൈതാനത്ത് തമിഴ്നാടിൻ്റെയും അതുപോലെ ആന്ധ്രയിലെയും പ്രമുഖ സിനിമാ സെറ്റ് ഡിസൈനർമാരാണ് കൊട്ടാര സദൃശ്യമായ പന്തലുകൾ ഒരുക്കിയത്. വെറുമൊരു തുണിപ്പന്തലായിരുന്നില്ല അത്. പുരാതന തമിഴ് രാജവംശങ്ങളായ ചോള പാണ്ഡ്യ രാജാക്കന്മാരുടെ കോട്ടകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള പ്ലൈവുഡിലും പ്ലാസ്റ്റർ ഓഫ് പാരീസിലും തീർത്ത കൂറ്റൻ നിർമ്മിതികളായിരുന്നു അവയെല്ലാം. വധൂവരന്മാരും VIP-കളും സഞ്ചരിക്കുന്ന റോഡുകളിലെല്ലാം തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബംഗ്ലാവിൽ നിന്നും പ്രത്യേകമായി എത്തിച്ച ടൺ കണക്കിന് പുതിയ റോസാപ്പൂക്കളാണ് വിതറിയിരുന്നത്. വിവാഹത്തിനെത്തിയ അതിഥികളെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൻ്റെ മാതൃകയിലുള്ള അതിനൂതനമായ കവാടങ്ങളെല്ലാം സ്ഥാപിക്കുകയും ചെയ്തു. ഈ കവാടങ്ങൾക്ക് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ പ്രതീതിയാണ് ജനങ്ങൾക്കുണ്ടായത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 1.5 ലക്ഷത്തിലധികം അതിഥികളാണ് അന്ന് വിരുന്നിൽ പങ്കെടുത്തത്. എന്നാൽ ചില അനൗദ്യോഗിക റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് 2 ലക്ഷത്തിന് മുകളിലായിരുന്നു എന്നുള്ളതാണ്. ഇത്രയും പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള വിപുലമായ ഭക്ഷണശാലകളും തമിഴ്നാട്ടിലെ പ്രശസ്തരായ പാചകക്കാർ തയ്യാറാക്കിയ വിഭവങ്ങളും അവിടെ ഒരുക്കുകയും ചെയ്തിരുന്നു. തമിഴ്നാടിൻ്റെ പാരമ്പര്യ ശൈലിയിലുള്ള സദ്യ മുതൽ ഉത്തരേന്ത്യൻ വിഭവങ്ങളും അന്താരാഷ്ട്ര ഡെസർട്ടുകളും വരെ അവിടെ ലഭ്യമായിരുന്നു. ചെന്നൈ നഗരത്തിലെ ഭൂരിഭാഗം ലക്ഷറി ഹോട്ടലുകളും മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഈ വിവാഹത്തിനായി എത്തിയ VIP അതിഥികൾക്ക് വേണ്ടി മാത്രം ബുക്ക് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളതും ഇതിൻ്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ്. 1995, അതായത് ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വിവാഹം നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. ഇന്നത്തെ കാലത്ത് 100 കോടി രൂപ വലിയൊരു തുകയാണെങ്കിൽ അന്ന് അതിൻ്റെ മൂല്യം എത്രത്തോളമായിരിക്കുമെന്ന് ചിന്തിച്ച് നോക്കേണ്ടത് കൂടിയാണ്. ഇന്നത്തെ വിപണി മൂല്യം വെച്ച് അത് കണക്ക് കൂട്ടിയാൽ അത് 1000 കോടിയിലധികം രൂപ വരികയും ചെയ്യും. ഈ ഒരൊറ്റ വിവാഹാഘോഷത്തിനായി മാത്രം അവർ ചിലവഴിച്ചത് ഏകദേശം 100 കോടി രൂപയോളമാണ്. ജയലളിതയും ശശികലയും അണിഞ്ഞിരുന്ന സ്വർണ്ണാഭരണങ്ങളും വജ്രമാലകളും കണ്ട് അന്ന് തമിഴ് ജനത അക്ഷരാർത്ഥത്തിൽ കണ്ണു തള്ളിപ്പോയി. കിരീടം പോലെ തോന്നിക്കുന്ന വലിയ വജ്ര നെക്ലസുകളും സ്വർണ്ണ നൂലുകളാൽ നെയ്തെടുത്ത വിലപിടിപ്പുള്ള കാഞ്ചീപുരം പട്ടുസാരികളുമാണ് അവർ ധരിക്കുകയും ചെയ്തിരുന്നത്. വധൂവരന്മാർക്ക് നൽകിയ സമ്മാനങ്ങളും VIP-ക്ക് നൽകിയ വെള്ളി പ്ലേറ്ററുകളും വില കൂടിയ സമ്മാനപ്പൊതികളും അക്കാലത്ത് വലിയ വാർത്തയുമായിരുന്നു. തമിഴ്നാട്ടിലെയും അയൽ സംസ്ഥാനങ്ങളിലെയും പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ, കേന്ദ്രമന്ത്രിമാർ, സിനിമാ താരങ്ങൾ, വൻകിട വ്യവസായികൾ എന്നിവരെല്ലാം ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. ചെന്നൈ നഗരത്തിൽ ഉടനീളം കിലോമീറ്ററോളം ദൂരത്തിൽ വലിയ ലൈറ്റുകളും അലങ്കാര തോരണങ്ങളും സ്ഥാപിക്കാൻ ലക്ഷക്കണക്കിന് രൂപയാണ് ഒഴുക്കിയത്.
രാത്രി സമയങ്ങളിൽ ചെന്നൈ നഗരം പകൽ പോലെ പ്രകാശിച്ചു നിന്നു. എന്നാൽ ഈ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തിന് പിന്നിൽ ദരിദ്രരായ ജനങ്ങളെ കണ്ണീരിലാഴ്ത്തിയ ഒരു കറുത്ത വശം കൂടിയുണ്ടായിരുന്നു. പക്ഷേ ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റും രാഷ്ട്രീയ ഭൂകമ്പവും വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും വലിയ തുക ജയലളിതയ്ക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ള ചോദ്യം സ്വാഭാവികമായും രാജ്യമെങ്ങും ഉയർന്നു കേട്ടു. ജയലളിത ഒരു മുഖ്യമന്ത്രിയായിരുന്നു. താൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ വാങ്ങുന്ന ഔദ്യോഗിക ശമ്പളം വെറും 1 രൂപ മാത്രമാണെന്നായിരുന്നു അവർ ജനങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിച്ചിരുന്നത്. അങ്ങനെയുള്ള വെറും 1 രൂപ മാത്രം ശമ്പളം വാങ്ങുന്ന ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് 100 കോടി രൂപ സ്വന്തം വളർത്തുപുത്രൻ്റെ കല്യാണത്തിന് ചിലവാക്കാൻ കഴിയുന്നത്? തമിഴ്നാട്ടിലെ പ്രതിപക്ഷ പാർട്ടികളും പ്രമുഖ മാധ്യമങ്ങളും ഈ ചോദ്യം ശക്തമായി ഉന്നയിക്കാൻ തുടങ്ങി. അധികം വൈകാതെ തന്നെ ആ അന്വേഷണങ്ങൾക്ക് മുന്നിൽ ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തു വന്നു. ഈ വിവാഹാഘോഷത്തിനായി ചിലവഴിച്ച പണത്തിൽ ഭൂരിഭാഗവും തമിഴ്നാട് സർക്കാരിൻ്റെ ഔദ്യോഗിക ഫണ്ടിൽ നിന്നും പൊതുമരാമത്ത് വകുപ്പിൽ നിന്നുമാണ് വകമാറ്റിയത്. അതായത് തമിഴ്നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അടച്ച നികുതി പണം ഉപയോഗിച്ചാണ് ജയലളിത തൻ്റെ വളർത്തുപുത്രൻ്റെ കല്യാണം ഒരു രാജകീയ ഉത്സവമാക്കി മാറ്റിയത്. വിവാഹ പന്തലിലെ സുരക്ഷയ്ക്കും ട്രാഫിക് നിയന്ത്രണത്തിനുമായി 10,000-കണക്കിന് പോലീസുകാരെയാണ് സർക്കാർ ചെലവിൽ ദിവസങ്ങളോളം നിയോഗിച്ചത്. പന്തലിലേക്ക് തടസ്സമില്ലാതെ വൈദ്യുതി എത്തിക്കാൻ സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിലെ വൈദ്യുതി മണിക്കൂറോളം വിച്ഛേദിച്ചതായും അന്ന് ശക്തമായ ആക്ഷേപമുയർന്നു. ജനങ്ങൾ കടുത്ത ചൂടിലും ഇരുട്ടിലും ഇരിക്കുമ്പോൾ ജയലളിതയുടെ വളർത്തുപുത്രൻ്റെ പന്തൽ കോടിക്കണക്കിന് ബൾബുകളുടെ വെളിച്ചത്തിൽ തിളങ്ങി നിന്നു. ഒരു മുഖ്യമന്ത്രി സ്വന്തം കുടുംബത്തിലെ ആവശ്യത്തിനായി രാജ്യത്തിൻ്റെ ഖജനാവ് കൊള്ളയടിച്ചെന്ന വാർത്ത ഇന്ത്യൻ രാഷ്ട്രീയത്തെ ആകെ പിടിച്ചുലച്ചു. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആ മഹാവിവാഹം ജയലളിതയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപമായി മാറാൻ അധിക നാളൊന്നും വേണ്ടി വന്നില്ല. ജനങ്ങൾക്കിടയിൽ ജയലളിതയുടെ ഈ അമിത ആഡംബര ജീവിതത്തിനെതിരെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും വലിയ അമർഷം പുകയുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രതിഫലനം വളരെ പെട്ടെന്ന് തന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ദൃശ്യമാവുകയും ചെയ്തു. തൊട്ടടുത്ത വർഷം, അതായത് 1996-ൽ അന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ് ജനത ഇതിന് ശക്തമായ മറുപടി നൽകി. ജയലളിതയുടെ AIADMK പാർട്ടി ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. ജയലളിതയ്ക്ക് സ്വന്തം മണ്ഡലമായ മർഗൂരിൽ പോലും തോറ്റു തൊപ്പിടേണ്ടി വന്നു. തമിഴ് ജനത അവരെ പൂർണ്ണമായും ഭരണത്തിൽ നിന്നും തൂത്തെറിഞ്ഞു. എന്നാൽ രാഷ്ട്രീയ പരാജയം മാത്രമായിരുന്നില്ല അവരുടെ ശിക്ഷ. പ്രമുഖ ജനതാ പാർട്ടി നേതാവായിരുന്ന സുബ്രഹ്മണ്യ സ്വാമി ജയലളിതയ്ക്കെതിരെ അവിഹിത സ്വത്ത് സമ്പാദന കേസ് കോടതിയിൽ ഫയൽ ചെയ്യുകയും ചെയ്തു. ഈ കേസ് ജയലളിത വൻതോതിൽ അഴിമതി നടത്തിയെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പരസ്യമായ തെളിവ് VN സുധാകരൻ്റെ ഈ ആഡംബര വിവാഹമായിരുന്നു. കോടതിയിൽ ഈ വിവാഹത്തിൻ്റെ ചെലവുകളുടെ കണക്കുകൾ ഓരോന്നോരോന്നായി പുറത്തു വന്നപ്പോൾ രാജ്യം വീണ്ടും 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 ഞെട്ടിക്കൊണ്ടേയിരുന്നു. വിവാഹത്തിനായി വാങ്ങിയ കിലോഗ്രാം കണക്കിന് വെള്ളി ഉരുപ്പടികൾ, സ്വർണ്ണാഭരണങ്ങൾ, വസ്ത്രങ്ങൾ, പന്തൽ നിർമ്മാണത്തിനുള്ള തുക എന്നിവയുടെ ബില്ലുകൾ ജയലളിതയുടെ ഔദ്യോഗിക വരുമാന പരിധിയേക്കാൾ എത്രയോ 10 മടങ്ങായിരുന്നു. വർഷങ്ങൾ നീണ്ട കടുത്ത നിയമ പോരാട്ടത്തിനൊടുവിൽ വരുമാനത്തിൽ കൂടുതൽ സ്വത്ത് സമ്പാദിച്ച കേസിൽ ജയലളിതയ്ക്കും അതുപോലെ ഒപ്പം ശശികലയ്ക്കും വളർത്തുപുത്രനായ സുധാകരനും പ്രതിയായി മാറുകയും ചെയ്തു. ഈ ഒരൊറ്റ വിവാഹത്തോടെ സുധാകരൻ്റെ ജീവിതം പൂർണ്ണമായും തകർന്നുപോയി. വിവാദങ്ങൾ കടുത്തതോടെ ജയലളിത തന്നെ സുധാകരനെ തൻ്റെ വളർത്തുപുത്രൻ എന്ന പദവിയിൽ നിന്നും പരസ്യമായി തള്ളിപ്പറയുകയും അവരുമായി പൂർണ്ണമായി അകലുകയും ചെയ്തു. എന്നാൽ നിയമത്തിൻ്റെ നീണ്ട കൈകളിൽ നിന്നും അവർക്കാർക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. വർഷങ്ങൾക്ക് ശേഷം കർണാടകയിലെ പ്രത്യേക ബാംഗ്ലൂർ കോടതിയിൽ ജയലളിതയും ശശികലയും സുധാകരനും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും അവർക്ക് 4 വർഷത്തെ കഠിന തടവും 100 കോടി രൂപ പിഴയും വിധിക്കുകയും ചെയ്തു. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് നേരിട്ട് ജയിലിൽ പോകേണ്ടി വന്ന ആദ്യത്തെ സംഭവങ്ങളിലൊന്നായിരുന്നു ഇതെന്ന് കൂടി പറയേണ്ടി വരും. ആഡംബരത്തിൻ്റെ കൊടുപുടിയിൽ വിമാനത്താവള മാതൃകയിലുള്ള പന്തലുകളിൽ നിന്നും ജയലളിതയ്ക്കൊടുവിൽ ജയിലഴിക്കുള്ളിൽ കിടക്കേണ്ടി വന്നു എന്നുള്ളത് ചരിത്രത്തിൻ്റെ കാവ്യനീതി കൂടിയാണ്. അതേ സുഹൃത്തുക്കളെ, ലോകത്തെ തന്നെ ഏറ്റവും വലിയ വിവാഹമെന്ന ഖ്യാതിയോടെ ഗിന്നസ് ബുക്കിൽ കയറിയ ആ ചടങ്ങ് ഒടുവിൽ ജയലളിത എന്ന കരുത്തുറ്റ രാഷ്ട്രീയ നേതാവിൻ്റെ പതനത്തിൻ്റെ പ്രധാന കാരണമായി മാറുകയായിരുന്നു. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ആഡംബരം കാണിച്ചാൽ ജനാധിപത്യത്തിൽ ജനങ്ങളത് പലിശ സഹിതം തിരിച്ചു ചോദിക്കുമെന്നും അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഈ ചരിത്ര സംഭവം. അധികാരം ഒരിക്കലും ശാശ്വതമല്ലെന്നും ജനങ്ങളാണ് ജനാധിപത്യത്തിലെ അന്തിമ വിധികർത്താക്കളെന്നും ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. തമിഴ്നാടിനെ ഈ നടുക്കിയ ഈ ചരിത്രവാഹത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കൃത്യമായി താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ അക്കാലത്തെ ഈ ആഡംബര വിവാഹത്തെക്കുറിച്ചുള്ള നിങ്ങൾക്കുണ്ടായ അറിവുകൾ അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതും കൃത്യമായി തന്നെ മറുപടിയായി പറയുക. നമുക്ക് വീണ്ടും കാണാം.